ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ പി എസ് സി ഇപ്പോൾ ഭരണഘടന എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് റീസെൻ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ, ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഹോട്ട് ടോപ്പിക്സ് എല്ലാം തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് 3 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ വീഡിയോസ് മാത്രം കണ്ടാൽ തന്നെ ഭരണഘടനാ ഭേദഗതികളിൽ നിന്നുള്ള 1 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ അത് നമ്മളൊരു പ്രത്യേക പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. LDC റിവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഓർഡറിലാണ്. ബേസിക്സ് മുതൽ ഉള്ള രീതിക്കാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, ബേസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ്, ഇതിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് PSC കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള 1 മാർക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പം നമ്മൾ ചിലപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. ഇത് ആദ്യത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായത്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. 389 അംഗങ്ങളാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കിനി വരുന്നുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രസ്താവനകൾ നോക്കാം. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. അത് തെറ്റാണ്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമല്ലായിരുന്നു. ഇനി ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതും തെറ്റായ പ്രസ്താവനയാണ്. അതായത് നമുക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി MN റോയ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. MN റോയ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെച്ചത് ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ്. ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പറ്റി സ്ഥിരം ചോദിക്കാറുള്ളതാണ് പീപ്പിൾസ് പ്ലാൻ, ജനകീയ ആസൂത്രണ പദ്ധതി. പീപ്പിൾസ് പ്ലാൻ, ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? MN റോയ് ആണ്. അതുപോലെ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ബുക്ക്, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന പുസ്തകവും ആരുടേതാണ്? MN റോയുടേതാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. ഇനി ഈ ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടിയാണ് ഒരു നിയമനിർമ്മാണ സഭ വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി. ഈ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923 ഇതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? CR ദാസ് ആയിരുന്നു. CR ദാസ് പ്രസിഡന്റും സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിരുന്നു. സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവും ആയിരുന്നു. ഇനി ഇന്ത്യക്കൊരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം, ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. 1935 ബോംബെ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഇനി ഇങ്ങനെ ഒരു സഭ വേണം എന്ന ആശയം ആദ്യമായി ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ടത്, ഇത് ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നെ അത് ഒഫീഷ്യലി ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനമാണ് 1937 ഫെയ്സ്പൂർ സമ്മേളനം. ഫെയ്സ്പൂർ സമ്മേളനം, ഫെയ്സ്പൂർ മഹാരാഷ്ട്രയിലാണ്. ഫെയ്സ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. ഫെയ്സ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഈ 4 പോയിന്റും ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. നമുക്ക് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്കൊരു നിയമനിർമ്മാണ സഭ വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയെ പറ്റിയും പാർട്ടിയെ പറ്റിയും സമ്മേളനത്തെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി അങ്ങനെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നമ്മളൊരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച
ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലമന്റ് ആറ്റ്ലി. ഈ ക്യാബിനറ്റ് മിഷൻ എന്നാണ് 1946 മാർച്ച് 24-നാണ് ഇന്ത്യയിലെത്തിയത്. അതിലെ അംഗങ്ങളായിരുന്നു പെത്വിക് ലോറൻസും AV അലക്സാണ്ടറും സ്റ്റാഫോർഡ് ക്രിപ്സും. പെത്വിക് ലോറൻസും AV അലക്സാണ്ടറും സ്റ്റാഫോർഡ് ക്രിപ്സും അതിലെ അംഗങ്ങളായിരുന്നു. ഈ മിഷനെ, അത് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ആണ്. 1946 മാർച്ച് 24-നാണ് ഇന്ത്യയിലെത്തിയത്. ഇനി ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നമ്മളൊരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു 1946 ഡിസംബർ 6-ന്. ഡിസംബർ 6-നാണ് അങ്ങനെ നമ്മളൊരു സഭ രൂപീകരിക്കുന്നത്. അതിൻ്റെ ആദ്യ സമ്മേളനം, അങ്ങനെ നമ്മുടെ ആദ്യ യോഗം എന്നാണ് ചേർന്നത്? ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്. ഇത് രൂപീകരണമാണ്. രൂപീകരിച്ചത് 1946 ഡിസംബർ 6-നും ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നുമാണ്. അപ്പോൾ ഇവിടുത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം 1947 ഓഗസ്റ്റ് 15-നാണ് എന്നുള്ളത് തെറ്റാണ്. എന്നാണ് 1946 ഡിസംബർ 9-നാണ്. ഇനി അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. പിന്നെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരവുമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുമായി ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-ന് നടന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ശരിയാണ്. ഇനി ഈ സമ്മേളനത്തിൽ, അപ്പം ഇങ്ങനൊരു സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 207 ആണ്. ഇതും ശരിയാണ്. അപ്പോൾ 207 പേരാണ് അവിടെ പങ്കെടുത്തത് എന്ന് പഠിച്ചിരിക്കുക. ഇനി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7 ആണ്. ഇത് തെറ്റാണ്. 9 വനിതകളാണ് പങ്കെടുത്തത്. 7 വനിതകളല്ല, 9 വനിതകൾ. അപ്പോൾ ഡിസംബർ 9-ന് ചേർന്ന യോഗത്തിൽ 207 പേരും അതിൽ 9 വനിതകളും ഉണ്ടായിരുന്നു. ഇനി ഈ സമ്മേളനം നടന്നത് എവിടെയാണ്? ഈ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണെന്ന് പറഞ്ഞു. 1946 ഡിസംബർ 9-ന് ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് ഇപ്പോൾ അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ് എന്നാണ്. സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ്. അപ്പോൾ അതുകൂടെ പഠിച്ചിരിക്കാം. ഇനി അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ശരിയായ പ്രസ്താവനകൾ. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം സ്ഥാപിച്ചു. അത് നമുക്കറിയുന്ന കാര്യമാണ്. ഇനി അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ ഉപദേശകൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, സഭ രൂപീകരിച്ചത് എന്നാണ്? 1946 ഡിസംബർ 6-ന് രൂപീകരിച്ചു. ഡിസംബർ 9-ന് യോഗം ചേർന്നു. അപ്പോൾ ഈ സമ്മേളനത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. JB കൃപലാനിയാണ് സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. അപ്പോൾ സ്ഥിരം അധ്യക്ഷൻ ഉണ്ടായിരുന്നില്ല. താൽക്കാലികമായിട്ട് നമ്മളൊരു അധ്യക്ഷനെയാണ് വെച്ചത്. ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. അദ്ദേഹം തന്നെയാണ് ആ സമിതിയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹത്തെയാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. പിന്നീട് 1946 ഡിസംബർ 11-9-നായിരുന്നു യോഗം. അപ്പോൾ താൽക്കാലിക അധ്യക്ഷനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഡിസംബർ 11-ന് ഒരു സ്ഥിരം അധ്യക്ഷനെ നമ്മൾ തിരഞ്ഞെടുത്തു. ആരാണത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. ഉപാധ്യക്ഷന്മാരായിട്ട് ആരെല്ലാം ഉണ്ടായിരുന്നു? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും ഉണ്ടായിരുന്നു. VT കൃഷ്ണമാചാരിയെയും HC മുഖർജിയെയും ഉപാധ്യക്ഷന്മാരായും തിരഞ്ഞെടുത്തു. സ്പീക്കറായിട്ട് GV മാവ്ലങ്കാറിനെയാണ് തിരഞ്ഞെടുത്തത്. GV മാവ്ലങ്കാർ. പിന്നെ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേഷ്ടാവ് ആരായിരുന്നു? BN റാവുവും ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണോ? അല്ല. ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയാണ്. ഇനി ഭരണഘടനാ ഉപദേശകൻ BR അംബേദ്കർ അല്ല. ആരാണ്? BN റാവു ആണ്. ഇനി സെക്രട്ടറി ആയിട്ട് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിട്ട് HVR അയ്യങ്കാറിനെയാണ് തിരഞ്ഞെടുത്തത്. HVR
HVR അയ്യങ്കാർ. ഇനി ഈ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. എന്നാണ്? 1946 ഡിസംബർ 13-നാണ്. 1946 ഡിസംബർ 13-ന് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു നെഹ്റു. അത് അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ്, അംഗീകരിച്ചത് 1947 ജനുവരി 22-നുമാണ്. അപ്പോൾ ഇവിടെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണെന്നുള്ളതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ഇവിടെ ശരിയായ പ്രസ്താവന. അപ്പോൾ നമ്മൾ 1946 ഡിസംബർ 6-നാണ് സഭ രൂപീകരിക്കുന്നത്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ 9-ന് സമ്മേളനം ചേർന്നു പാർലമെൻറ്റ് ഹാളിൽ വെച്ചിട്ട്. അപ്പോൾ JB കൃപലാനിയാണ് ആദ്യമായി അഭിസംബോധന ചെയ്തത്. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. സ്ഥിരം അധ്യക്ഷനായിട്ട് ഡിസംബർ 11-ന് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും VT കൃഷ്ണമാചാര്യയുമായിരുന്നു. സ്പീക്കർ GV മാവുലങ്കാറാണ്. നിയമ ഉപദേശകനായിട്ട് BN റാവു ആയിരുന്നു. സെക്രട്ടറി ആരായിരുന്നു? HVR അയ്യങ്കാർ. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് 1946 ഡിസംബർ 13-ന്. ഇനി ഈ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് 1947 ജനുവരി 22-നുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ. അപ്പോൾ ഇതിൽ യോജിക്കുന്ന പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? തിരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ അറിയുന്ന കാര്യം ഏതാ? 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്തായാലും ശരിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം. ഇതിൽ 2 ഉണ്ട്, ഇതിൽ 2 ഉണ്ട്, ഇതിൽ 2 ഉണ്ട്. ഇനി ബാക്കിയുള്ള നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? തിരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് അറിയണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നായിരുന്നു. 296 പേര്. ബാക്കിയുള്ള 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. അപ്പോൾ ഇത് പഠിക്കണം. ആകെ അംഗസംഖ്യ എത്രയാണ്? 389. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു 389 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 296 പേരും ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. ഇനി ഈ 296-നെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 292ഉം 4ഉം എന്ന് പറഞ്ഞിട്ട്. അതായത് 292 പേര് വൈസ്രോയീസ് പ്രവിശ്യകളിൽ നിന്നായിരുന്നു. വൈസ്രോയികളുടെ പ്രവിശ്യകളിൽ നിന്നായിരുന്നു എത്ര പേരുണ്ടായിരുന്നത്? 292 പേരുണ്ടായിരുന്നത്. ബാക്കിയുള്ള 4 പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നായിരുന്നു. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആകെ 389 ആണ്. അതിൽ 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. അതിൽ തന്നെ 296-ലെ 292 പേര് വൈസ്രോയികളുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേര് ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമാണ്. അപ്പോൾ ഈ ചീഫ് കമ്മീഷണർമാരുടെ ഈ 4 പ്രവിശ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഡൽഹി ഉണ്ട്, അജ്മീർ ഉണ്ട്, ഡൽഹി ഉണ്ട്, അജ്മീർ ഉണ്ട്, കൂർഗ്, പിന്നെ ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാൻ. ഈ 4 എണ്ണമാണ് എന്ത്? ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ. അപ്പോൾ ആ പ്രവിശ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി, അജ്മീർ, കൂർഗ്, ബലൂചിസ്ഥാൻ എന്നിവരാണ്. ഇനി ഇവരിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, അപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എവിടെയാ? പ്രവിശ്യകളിൽ. ഈ പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിലെ തിരഞ്ഞെടുപ്പ്. ഈ പ്രവിശ്യകളിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി നാട്ടുരാജ്യങ്ങളുടെ കേസാണെങ്കിൽ, നാട്ടുരാജ്യങ്ങളിലാണെങ്കിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെയാണ് നിശ്ചയിച്ചിരുന്നത്. ഇതെല്ലാം
+1 ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് ആണ്. അപ്പോൾ പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത് എങ്ങനെയാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലും നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടിയാലോചനയിലൂടെയുമാണ് നിശ്ചയിച്ചിരുന്നത്. ഇനി എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയിരുന്നു. അതിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ട 28 അംഗങ്ങളും സഭയിലുണ്ടായിരുന്നു. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗക്കാർക്കും എന്താണ് പ്രാതിനിധ്യം നൽകിയിരുന്നു. പട്ടിക വിഭാഗത്തിൽപ്പെട്ട 28 അംഗങ്ങളും അതിൽ ഉണ്ടായിരുന്നു. ഇനി ഇതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 82% സീറ്റുകൾ നേടിയത് കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ആ അസംബ്ലിയിൽ മേധാവിത്വം ആർക്കായിരുന്നു? കോൺഗ്രസിനായിരുന്നു. കാരണം അവർക്ക് 82% സീറ്റുകൾ ലഭിച്ചു. അപ്പോൾ ഈ പ്രവിശ്യകളിൽ നടന്ന 296 സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള തിരഞ്ഞെടുപ്പിൽ 208 സീറ്റും ആർക്കാണ് കിട്ടിയത്? 208 സീറ്റും കോൺഗ്രസിനും, പിന്നെ 73 സീറ്റ് മുസ്ലിം ലീഗിനും. 208 സീറ്റും കോൺഗ്രസിനാണ് കിട്ടിയത്, 73 സീറ്റ് മുസ്ലിം ലീഗിനും, പിന്നെയുള്ള 15 സീറ്റുകൾ സ്വതന്ത്രരുമാണ് നേടിയത്. അപ്പോൾ 208 സീറ്റും ആരാണ് നേടിയത്? കോൺഗ്രസ് ആണ് നേടിയത്. 73 മുസ്ലിം ലീഗാണ് നേടിയത്, 15 സ്വതന്ത്രരും നേടിയ തിരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. നാട്ടുരാജ്യങ്ങളിലാണെങ്കിൽ കൂടിയാലോചനയിലൂടെയാണ്. എല്ലാ മതവിഭാഗക്കാർക്കും പ്രാതിനിധ്യം നൽകിയിരുന്നു. അതിൽ പട്ടികവിഭാഗത്തിൽപ്പെട്ട 28 അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് ഏതാ? കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസിനായിരുന്നു അസംബ്ലിയിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ എന്താ? 1 വരാനായിട്ട് പാടില്ല. പിന്നെ ഏതാണുള്ളത്? 3ഉം 4ഉം. അപ്പോൾ ഇതിലെ വനിതാ അംഗങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു 389 പേരുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതിൽ ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ വനിതകളുടെ എണ്ണം എത്രയാണ്? 17 പേരാണ് ഉണ്ടായിരുന്നത്. 17 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഈ 17 വനിതകളിലെ 3 വനിതകൾ മലയാളി വനിതകളാണ്, മലയാളികളുമായിരുന്നു. അപ്പോൾ 17 വനിതകളാണ്, 25 അല്ല. അപ്പോൾ എന്താ? ഇതും തെറ്റാണ്. അപ്പം ഈ ഓപ്ഷനും നമുക്ക് കട്ട് ചെയ്യാം. ഇതാണ് ശരിയായത്. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 26-നാണ് അംഗീകരിച്ചത് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് നടന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നാട്ടുരാജ്യങ്ങളിലാണെങ്കിൽ കൂടിയാലോചനയിലൂടെയാണ്. എല്ലാ മതവിഭാഗക്കാർക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ടോട്ടൽ 389 ആൾക്കാരിൽ 296 പേര് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും 93 പേര് നാട്ടുരാജ്യങ്ങളിലുമായിരുന്നു. ഇനി ഇതിൽ എത്ര വനിതകളാണ്? 17 വനിതകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേര് മലയാളികളായിരുന്നു. അപ്പോൾ ആ മലയാളി വനിതകൾ ആരൊക്കെയാണെന്ന് പഠിക്കണം. മലയാളി വനിതകളായിരുന്നു ആനി മസ്ക്രീൻ മലയാളി വനിതയായിരുന്നു. പിന്നെ അമ്മു സ്വാമിനാഥൻ ഉണ്ടായിരുന്നു, അമ്മു സ്വാമിനാഥനും പിന്നെ ദാക്ഷായണി വേലായുധനും ഉണ്ടായിരുന്നു. അപ്പോൾ ആനി മസ്ക്രീൻ എവിടെ നിന്നാണ്? തിരുവിതാംകൂറിൽ നിന്നാണ്. ഈ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നുമായിരുന്നു. മദ്രാസിൽ നിന്നുമായിരുന്നു. അപ്പോൾ ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ഇനി ഇവിടെ ഒരു പോയിന്റ് പഠിക്കാനുണ്ട്. ദാക്ഷായണി വേലായുധനെ പറ്റിയിട്ട് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ, ദളിത് വനിത. അപ്പോൾ ടോട്ടൽ വനിതകൾ 17 പേരാണ്. അതിൽ 3 പേര് മലയാളികളാണ്. ആരൊക്കെയാണ്? ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. അതിൽ ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത് ദളിത് വനിതയാണ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരായിരുന്നു? ഫ്രാങ്ക് ആന്റണി ആയിരുന്നു. ചോദിച്ചിട്ടുള്ളതാണ് ഒരു തവണ. ഫ്രാങ്ക് ആന്റണി. അതുപോലെ തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരായിരുന്നു? SN മുഖർജി ആയിരുന്നു. SN മുഖർജി. അപ്പം നേരത്തെ നമ്മളൊരു HC മുഖർജിയെ പറ്റി പറഞ്ഞു. HC മുഖർജി ആരാണ്? ഉപാധ്യക്ഷനാണ്. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് SN മുഖർജിയാണ്. ഇവിടെ HC ആണ്, ഇവിടെ SN മുഖർജിയാണ്. അപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ഫ്രാങ്ക് ആന്റണിയും ഉണ്ടായിരുന്നു. ഈ 3 വനിതകളുടെ പേരും പഠിക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ശരിയാണ്. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 പേരുണ്ടായിരുന്നു. അതും ശരിയാണ്. നമ്മൾ പറഞ്ഞു 389-ൽ 296 ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും 93 നാട്ടുരാജ്യങ്ങളിൽ നിന്നുമായിരുന്നു. ഇനി ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ
തിരഞ്ഞെടുപ്പ് നടന്നത്, അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ഈ 4ാമത്തെ പ്രസ്താവന എന്താ? തെറ്റാണ്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ 199 ചുരുങ്ങി. ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് നോക്കണം? വിഭജന ശേഷം എന്താണ് സംഭവിച്ചത്? വിഭജന ശേഷം ഈ 389 എന്ന് പറയുന്ന സംഖ്യ എത്രയായി ചുരുങ്ങി? 299 ചുരുങ്ങി. അതിൽ 299 തന്നെ 229 പ്രവിശ്യകളിൽ നിന്നുള്ളത്, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളത് 70. അതായത് ഈ 389 എത്രയായിട്ട് ചുരുങ്ങി? 299 ചുരുങ്ങി. 93 എന്നുള്ളത് 70 ചുരുങ്ങി. 296 എന്നുള്ളത് 229 ചുരുങ്ങി. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 299 കിട്ടും. അപ്പോൾ വിഭജന ശേഷം എത്രയാണ് അംഗസംഖ്യ മാറിയത്? 299 മാറിയത്. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. അതുപോലെ തന്നെ 17 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. വിഭജന ശേഷം എത്രയായി മാറിയത്? 15 മാറി. 17 വനിതകൾ ഉണ്ടായിരുന്നു, അത് 15 മാറി. അപ്പോൾ ഈ വനിതയിലെ ഉള്ള ആദ്യത്തെ ദളിത് വനിത നമ്മൾ പറഞ്ഞു ദാക്ഷായിനി വേലായുധനാണെന്ന്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള ആകെ ഒരു മുസ്ലിം വനിതയുള്ളൂ, ഏക മുസ്ലിം വനിതയാണ്. ആരാണ്? ബീഗം ഐസ്വാസ് റസൂൽ. ബീഗം റസൂൽ, അതുകൊണ്ട് പഠിക്കുക. ബീഗം റസൂലാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത. ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധനുമായിരുന്നു. 15 വനിതകളായിട്ട് ചുരുങ്ങി. മുമ്പ് 17 ഉണ്ടായിരുന്നു, ഇപ്പോൾ 15 മാറി. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുമായി ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്, അത് ശരിയാണ്. ഇനി എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു നമ്മൾ, എല്ലാ മതത്തിലുള്ളപ്പെട്ടവർക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഇനി രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. അതെ, അവർക്ക് 82% കിട്ടിയത് ആർക്കാണ്? കോൺഗ്രസിനാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി കുറച്ച് ആദ്യം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. താൽക്കാലിക അധ്യക്ഷനാണ് ആര്? സച്ചിദാനന്ദ സിൻഹ. ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും അദ്ദേഹം തന്നെയായിരുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, സച്ചിദാനന്ദ സിൻഹയാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 അത് അംഗീകരിച്ചത് നമ്മൾ പറഞ്ഞു 1947 ജനുവരി 22 ഇനി ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗം ആരായിരുന്നു? മുകുന്ദ് രാംറാവ് ജയകർ ആയിരുന്നു. മുകുന്ദ് രാംറാവ് ജയകർ ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിൽ അറിയേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഭരണഘടനാ നിയമനിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം. എത്ര സമയം കൊണ്ടാണ് ഭരണഘടനാ നിയമനിർമ്മാണം പൂർത്തിയാക്കിയത്? 2 വർഷവും അതുപോലെ 11 മാസവും 18 ദിവസവും. ഇത് ചിലപ്പോൾ 17 ദിവസമെന്നും PSC ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വർഷം 11 മാസം 18 അല്ലെങ്കിൽ 17 ദിവസം. ഇനി ഇതിന് വേണ്ടി ചിലവായിട്ടുള്ള ആകെ തുക എത്രയാണ്? 64 ലക്ഷമാണ്. 64 ലക്ഷം രൂപയാണ് മൊത്തം ചിലവായത്. ഇനി പൊതുജനാഭിപ്രായം അറിയാനായി ഈ ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയുടെ പ്രധാന പത്രങ്ങളിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരി 28
ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ് നമ്മൾ പറഞ്ഞു 1949 നവംബർ 26-നാണ്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം അപ്പോൾ നമുക്ക് 1946 ഡിസംബർ 9-നാണ് ഫസ്റ്റ് സമ്മേളനം നടന്നത്. ഇതുപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് ഇതാദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17-നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി സമ്മേളിച്ചത് എപ്പോഴാണ്? 1947 നവംബർ 17-നാണ്. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുത്തത് ആനയാണ് മുദ്രയായി തിരഞ്ഞെടുത്തത് എന്നുകൂടി ആലോചിക്കാം. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭ നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിച്ച ദിവസം 1947 ജൂലൈ 22-ആണ്. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഏതിനെ? ഗാനത്തെയും ഗീതത്തെയും ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24, പതാക 1947 ജൂലൈ 22. ഇനി ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. ജനുവരി 26. ഇനി ദേശീയ കലണ്ടർ അംഗീകരിച്ചത് എന്നാണ്? 1957 മാർച്ച് 22-നാണ് കലണ്ടർ അംഗീകരിച്ചത്. ഇതെല്ലാം പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. പതാക, ഗാനം, ഗീതം, മുദ്ര, കലണ്ടർ. ഇനി നമ്മൾ പറഞ്ഞു നവംബർ 26-നാണ് ഭരണഘടനയെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ ഈ നവംബർ 26 എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? ഭരണഘടനാ ദിനമായിട്ട് അല്ലെങ്കിൽ നിയമദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് നവംബർ 26-ആണ്. ദേശീയ ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ദേശീയ നിയമദിനം ഒക്കെ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് നവംബർ 26-നാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24-നാണ്. ജനുവരി 24-നാണ് എല്ലാ അംഗങ്ങളും ഒപ്പുവെച്ചത്. അപ്പോൾ എത്ര അംഗങ്ങളാണ് അവിടെ ഒപ്പുവെച്ചത്? 284 അംഗങ്ങളാണ്. 284 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. അങ്ങനെ നമ്മുടെ ഭരണഘടന എന്ന് നിലവിൽ വന്നു? 1950 ജനുവരി 26-ന് നിലവിൽ വന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് പഠിക്കണം. ഇത് നിയമദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അപ്പോൾ എല്ലാ അംഗങ്ങളും ഒപ്പുവെച്ച ദിവസം എത്ര അംഗങ്ങളാണ് ഒപ്പുവെച്ചത്? അങ്ങനെ 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വന്നു. ഈ ഓരോ ഡേറ്റുകളും ഭരണഘടന അംഗീകരിച്ച ഓരോ ഡേറ്റുകളും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള കമ്മിറ്റികളെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണം പോലും വിടാതെ പഠിക്കുക. ഇതിൽ നിന്നുള്ള 1 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.